3 വർഷം കൊണ്ട് ഫ്ലോപ്കാർട്ടിൽ ഒരു സാധനം വില കുറയൂന്നും പറഞ്ഞ് നോക്കിയിരിക്കുകയാണ്, ഇതുവരെ കുറഞ്ഞില്ല. നീ ആ സാധനം ഇപ്പൊ കാണുന്ന വിലക്ക് വാങ്ങിച്ചു നോക്കിയാണ് അടുത്ത നിമിഷം അതിന്റെ പകുതി വിലയാവും. അത് സത്യം. ഈടാ നമ്മളൊരു സാധനം വാങ്ങിക്കണമെന്ന് കരുതി അപ്പൊ തന്നെ വാങ്ങിച്ചോളണം, അല്ലാതെ അതിന്റെ വില കുറയാനാ കൂടാനെന്ന് പറഞ്ഞ് നോക്കി നിൽക്കരുത്. മക്കളൊരു X75 Ultra എത്ര കൊല്ലം കൊണ്ട് വാങ്ങാൻ നോക്കണം? 2 years. അടുത്ത കൊല്ലം X95 Ultra ഇറങ്ങും. അവന്റെ വായ്ത്താളം. എടാ X75 ഇപ്പൊ വില കുറഞ്ഞ്, എങ്കിപ്പോ വാങ്ങിര്. X97 ഇറങ്ങുമ്പോൾ വാങ്ങിക്കാം, അപ്പൊ ഇതിനെക്കാട്ടി വില കുറയും X75. നിനക്കപ്പൊ അപ്ഡേറ്റ് ഒന്നും വേണ്ടേ? ഈ എന്തിന് അപ്ഡേറ്റ് ചെയ്തവന്മാര് ഫോണിൽ നാഷണൽ ഫ്ലാഗ് കൊണ്ടാണ് നടക്കണത്. എടാ ഞാൻ X75 എടുക്കാൻ നേരത്ത് ഈ അപ്ഡേറ്റ് എല്ലാം കഴിയും, അപ്പൊ പിന്നെ എനിക്ക് പച്ചവരെ വീഴോ? ഇല്ല. ചിലപ്പോ തോന്നും നീ ഒരു ബുദ്ധിമാനാണെന്ന്. എന്നിട്ട് ഇപ്പൊ എന്ത് തോന്നുന്നു? ആ തോന്നല് വെറും ഒരു തോന്നലാണെന്ന് ഇപ്പൊ തോന്നുന്നു. അല്ല, ഈ ഫോണിന് വില കൂടിയാലും കുറഞ്ഞാലും നിന്റെ വാങ്ങാൻ പൈസ ഉണ്ടാ? 3 കൊല്ലം കൊണ്ട് നീ നോക്കണ സാധനത്തിന് വില കുറഞ്ഞ വാങ്ങിക്കാൻ നിന്റെ പൈസ ഉണ്ടാ? ഇല്ല. അപ്പൊ നീ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ലേ? കിട്ടി. പിന്നെ എന്തിനാ നമ്മൾ അതും പറഞ്ഞിരിക്കണേ? ഇനി നമ്മൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യണം? മര്യാദയ്ക്ക് ഡ്രസ്സ് മടക്കിയടാ. അവന്റെ ഓന ഡ്രസ്സ് ഫുള്ള് ഞാനാണ് മടക്കി വെച്ചാ. എന്റെ ഓന ഡ്രസ്സ് മൊത്തം നീ മടക്കി വെച്ച സ്ഥിതിക്ക് നിന്റെ ഡ്രസ്സും കൂടെ നീ അങ്ങ് മടക്കി വെച്ചാ പോരെ? മതി. ഇതാണ് ഞാൻ മടക്കി വെച്ചാ നിന്റെ ഡ്രസ്സ്. ഇത് നീ മടക്കി വെച്ചോ, ഇത് ഞാൻ മടക്കി വെക്കും. No, I don't want. Cancel. Okay. എടി സന്ദ്രി, കനകത്തിന്റെ പാലിയാച്ചാണ് വരാൻ പോണത്, നമുക്ക് പോണ്ടേ? ഞാൻ വരല്ലേ ചേച്ചി? അതെന്ത്? എന്നെ വിളിച്ചില്ലേ? ഇനിയിപ്പൊ വിളിച്ചാലും ഞാൻ പോണില്ല. പൊങ്ങച്ചൻ കാണിക്കാനാണ് വിളിക്കണത്. എത്രയൊക്കെ ഇനി പൊങ്ങച്ചൻ കാണിച്ചിരുന്നാലും അവളെ മോള് ഒളിച്ചോടി പോയത് തന്നെ. അതോടെ എന്തൊരു ബന്ധോടി? ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ബന്ധം ഉണ്ടാവാറുണ്ട്. എന്നാ പിന്നെ നിന്റെ മോൾ ഒളിച്ചോടിയതല്ലേ? അത് UK വെച്ചല്ലേ ഒളിച്ചോടി പോയത്. അവിടുത്തെ സംസ്കാരം വേറെ, ഇവിടുത്തെ സംസ്കാരം വേറെ. കൂടെ കൂട്ടി കൊടുക്കല്ലേ ചേച്ചി? എന്തായാലും എനിക്ക് കനത്തിന് എന്തെങ്കിലും കൊടുക്കണം. കനത്തിനല്ലേ? ഗ്രൈൻഡറിന്റെ കല്ല് നല്ല കനമുണ്ട്, അത് വെച്ചൊന്ന് കീറ്റി കൊടുക്കാം. ഞാനും കൂടെ. അവളെന്നെ പാലുകാച്ചിന് വിളിച്ചില്ല. നമ്മളാ വീടിന്റെ പാലുകാച്ചിന് അവളെ ഉരുളിയാണ് കൊണ്ട് തന്നത്. അതെവിടെ നിന്ന് മോടിച്ചെന്ന് ആർക്കറിയാം. അതുപോലെ ഒരെണ്ണം നമുക്കും കൊടുക്കണ്ടേ? അതുപോലെ എന്തിനീ? അത് തന്നെ ഗിഫ്റ്റ് പേപ്പറിൽ പൊതി നമുക്കും കൊടുക്കാം. പക്ഷെ അത് വൃത്തിയാടല്ലേടി? എന്തൊരു വൃത്തിയാട്! നിങ്ങൾ എനിക്ക് പാലിയാച്ചിന് തന്ന ഡിന്നർ സെറ്റ് അല്ലേ നിങ്ങളെ വെഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ പൊതിഞ്ഞ് ഗിഫ്റ്റ് ആയിട്ട് തന്നത്? സന്ദ്രി, പക്ഷെ അതങ്ങനെ ശരിയാവും? ഞാൻ നിനക്ക് തന്നത് ചോപ്പം, നീ എനിക്ക് തന്നത് നീല്. ഞാൻ നിങ്ങൾക്ക് പൊതിഞ്ഞു തന്നതേ ഞാൻ ഉപയോഗിച്ചോണ്ടിരുന്ന പഴയ ഡിന്നർ സെറ്റ് ആണ്. താങ്ക് യു ചേച്ചി, താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ഗിഫ്റ്റ്. ഹലോ, ക്യാൻസൽ. ഡോണ്ട് വാണ്ട്. എടി നമുക്കേ വല്ല ഗിഫ്റ്റും കടയിൽ പോയി നോക്കിയാലേ? കടയിൽ പോയി വാങ്ങണ എന്തിനി? 3-4 ആഴ്ചയല്ലേ പാലിയാച്ചിന്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങാം. അതാകുമ്പോ വിലയും കുറയും. കടയിലാണെങ്കിൽ കടം പറയാം, ഓൺലൈനിലാണെങ്കിൽ എന്തിനു പറയും നമ്മള്? ക്രെഡിറ്റ് കാർഡ് എടുത്തങ്ങ് ഒരച്ചാ പോരെ ചേച്ചി. ക്രെഡിറ്റ് കാർഡ്. ഹലോ, ആയിക്കോട്ടെ. ഇതാര് നിങ്ങൾ ഈ കിടന്ന് ഇടക്കിടക്ക് വിളിക്കണ? എടി നീ പറഞ്ഞിപ്പോ ഒരു ക്രെഡിറ്റ് കാർഡ്. അത് എനിക്ക് അപ്രൂവ് ആയി. 10 ലക്ഷം ലിമിറ്റ് ഉണ്ട്, അത് പെട്ടെന്ന് എടുക്കാനെന്ന്. എന്തിനു പറയട്ടെ? 10 ലക്ഷം? 10 ലക്ഷം അല്ല, 10 ലക്ഷം. 10 ലക്ഷം കണ്ണുംപൊട്ടി എടുക്കുക ചേച്ചി. എടി എനിക്കിതിനെ പറ്റി വലിയ പിടിയൊന്നുമില്ല. എന്തൊരു പിടി? ക്രെഡിറ്റ് കാർഡ് എടുക്കുക, ഉരയ്ക്കുക, സാധനം വാങ്ങുക. അങ്ങനെയല്ലേ ഞാൻ 73 ഇഞ്ചിന്റെ ടിവിയും 4 ടണ്ണിന്റെ AC വാങ്ങിച്ചത്. അപ്പൊ പിന്നെ നിന്റെ ക്രെഡിറ്റ് കാർഡ് എനിക്ക് തന്നാ പോരെ, ഞാൻ ഉരയ്ക്കാം. എന്റേത് വെറും 50,000 ഉലുവല്ലേ ഉള്ളൂ ലിമിറ്റ്. ചേച്ചിയുടെ 10 ലക്ഷം അല്ലേ ലിമിറ്റ്. ഒരു വീട് തന്നെ വെക്കാം. വീടാ എടുക്കണോ? ചേച്ചിയുടെ സ്ഥാനത്ത് ഞാൻ വല്ലോ ആയിരിക്കണം. എന്തോന്ന് 10 ലക്ഷം രൂപ ഉരച്ചു തീർത്തത്? ഇതെടുത്താ വേറെ വല്ല ഗുണമുണ്ടാ? പിന്നെ നിങ്ങൾക്ക് എല്ലാ സാധനവും ഓഫറിൽ വാങ്ങാൻ പറ്റും. മിക്സി, അമ്മിക്കുഴവി, ഗ്രൈൻഡർ, ചുരിദാറ്, മൊന്ത എടുക്കല്ലേടി. പിന്നെ കൂടെ കണ്ണേ നീ സന്ദ്രി. പിന്നെ ലിമിറ്റ് തീർന്നവരെ ഞാൻ എന്തായാലും കാണും. ഇന്നലെ അവറ്റകൾ രണ്ടും കൂടെ കടല് കാണണമെന്ന് പറഞ്ഞു എടുത്തോണ്ട് പോയതാണ് വണ്ടി. കടലിലെ മൊത്തം മണ്ണും ഇതിന്റെ അകത്ത് കയറ്റി വെച്ചിട്ടുണ്ട്. വാരി വിറ്റാലാ മണ്ണ് വല്ലത് കിട്ടൂ? ഇന്നെന്തായാലും മഴ തകർത്ത് പെയ്യും. അത് ഇത്ര ഉറപ്പിച്ചു പറയാ, മഴക്കോളൊന്നുമില്ലല്ലോ. അല്ല, അച്ഛൻ വണ്ടി കഴിവുന്നു, അപ്പൊ എന്തായാലും ചെളിയാവുമല്ലോ.
അച്ഛ ഈ കാറൊന്നും കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു കാര്യവും ശരിയാണ്, വണ്ടി വൃത്തിയാക്കിയിട്ട് ഒരു കാര്യവും ഇല്ല. എടുത്തോണ്ട് പോണവന്മാര് കയറി ഇടണവന്മാര് വൃത്തിയാണോ ആദ്യം പറയേണ്ടി? എടാ നീക്ക വണ്ടി എടുത്തോണ്ട് പോയതാ പോയി, എന്നാ പിന്നെ ഇതൊന്നും വൃത്തിയാക്കിട്ടൂടാ, മൊത്തം മണ്ണും കയറി കിടക്കണ്. ഇവിടെ ഇടണ നിക്കർ അമ്മയാണ് കഴുകിയിടണ, പിന്നെ അല്ലേ കൊണ്ടുപോണ കാറ്. മാസ് ഡയലോഗ് തന്നെ. അച്ഛാ പിന്നെ വണ്ടിക്ക് പഴയ പോലെ വലിവില്ല. കാണൂല, കാരണം 3 നേരം ഞാൻ അതിന്റെ വലിവിനുള്ള ഗുളിക കൊടുക്കണുണ്ട്. അച്ഛാ നമുക്ക് ഈ വണ്ടിയുടെ മൊത്തത്തിലുള്ള ഔട്ട്ലുക്ക് അങ്ങ് മാറ്റണം. ഔട്ട്ലുക്ക് ഇന്നലെ വണ്ടിയുടെ പെട്രോൾ തീർന്നപ്പോഴേ ജംഗ്ഷൻ വരെ ഞാൻ മൂത്രം വെച്ചിട്ടാണ് എടുത്തോണ്ട് പോയത്. വണ്ടി എങ്ങനെ ഓടി? രണ്ടിനും ഒരേ കളറല്ലേ, അങ്ങ് ഓടി വണ്ടി. നമ്മുടെ ഡാഡി ഭയങ്കര ഫണ്ണി ആയിട്ട് വരുന്നുണ്ട്. ഞാൻ ചിരിച്ചിരിച്ചിരിച്ചിരിച്ച് ഡാഡി ഭയങ്കര ഫണ്ണി. നീക്ക് ഇവിടെ കയറി വെറുതെ ഇരുന്ന് ശീമ പന്നി. ചില സമയങ്ങളിൽ അച്ഛൻ സത്യം പറയുന്നുണ്ടല്ലേ? ഏയ് തോന്നിയത്. എനിക്ക് കാർ വൃത്തിയാക്കാനൊന്നും വയ്യ, ഒരു വാക്യൂം ക്ലീനർ വാങ്ങിക്കണം. അച്ഛാ ഓൺലൈനിലേ 90,000 രൂപയ്ക്ക് X75 ഉൾട്ര കിടക്കണം. അപ്പോൾ അത് വാങ്ങിച്ചാൽ നമുക്ക് വാക്യൂം ക്ലീനർ ഫ്രീ ആയിട്ട് കിട്ടും. വാങ്ങിച്ചാലേ? മകളെ അച്ഛൻ പൊട്ടനല്ല. സോറി അച്ഛാ, തെറ്റിദ്ധരിച്ചു. ഒത്തില്ലല്ലേ? നിങ്ങൾക്ക് എത്ര വാക്യൂം ക്ലീനർ വേണം? ഇതെവിടെ നിന്ന്? ഹലോ ഹലോ ഹലോ, ഇവിടെ ഇവിടെ ഇവിടെ. ജലജ നിനക്കൊക്കെ എത്ര ഫോൺ വേണോടാ? 2, 5, 10. ജലജ ഉള്ളത് പറ. ലോട്ടറി അടിച്ചാ അതാ പ്രാന്തായതാ? രണ്ടാമത്തതാവാനേ സാധ്യത ഉള്ളൂ. ഏതായാലും കിട്ടിയ ഗ്യാപ്പിൽ കയറി ഗോൾ അടിക്കാൻ നോക്കി അച്ഛാ. അമ്മ നമുക്ക് വേണം. ഒരു പ്രാന്തവും ഇല്ല, എനിക്ക് ക്രെഡിറ്റ് കാർഡ് അപ്രൂവ് ആയി. 10 ലക്ഷത്തിന്റെ. 10 ലക്ഷം? 15. ഇനി ജലജയുടെ ഉരച്ചു കളി. വെരിഫിക്കേഷൻ ആളും വരും, അതിനുശേഷം കാർഡും കിട്ടും. ഡേഡി വേണ്ടത് പണിക്കൊന്നും നിൽക്കല്ലേ. ക്രെഡിറ്റ് കാർഡ് ഉരയ്ക്കണതേ വൈച്ചറിന്റെ കോളർ ഉരയ്ക്കണ പോലെയാണ്. വെളുക്കും, കുടുംബം വെളുക്കും. നമ്മ വെളുത്തിട്ട് പാറാൻ വേണ്ടി തന്നെ ക്രെഡിറ്റ് കാർഡ് എടുക്കണം. കേട്ടടാ ബഗടാ. പിന്നെ അല്ലാണ്ട് അച്ഛന് വേണ്ടെങ്കിൽ പോ, ഉരയ്ക്കാനും കീറാനും തുന്നി കെട്ടാനും നമ്മളുണ്ട്. യോമാര്, ഞാൻ ഇപ്പോഴും നിന്റെ അടുത്ത് ഒരു കാര്യം പറയാണ്. വാവിട്ട വാക്കും ഉരച്ച ക്രെഡിറ്റ് കാർഡും 2 നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റൂല. കാർഡൊന്ന് കൈ കെട്ടിക്കോട്ട്, അച്ഛനെ തന്നെ നമ്മൾ മാറ്റി പറയും. അങ്ങനെയല്ല, അച്ഛൻ തന്നെ ഇത് മാറ്റി പറയുമെന്ന്. അതെ അതെ. ഹലോ ഹലോ ചേച്ചി, ഞാൻ UMB ബാങ്കിന്റെ ഏജന്റ് ആണ്. ആ പറഞ്ഞോടാ മക്കളാ. വെരിഫിക്കേഷൻ ആയിട്ട് ഒരുത്ത അങ്ങോട്ട് വരും. ചേച്ചി ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്നാണ് ഞാൻ പറഞ്ഞേക്കണം. വാ വാ. എന്നാലേ നമുക്ക് 10 ലക്ഷത്തിന്റെ ലിമിറ്റ് കിട്ടുള്ളൂ. 10 ലക്ഷത്തിന്റെ ലിമിറ്റ് കിട്ടാൻ ഞാൻ ചാർട്ടേഡ് അക്കൗണ്ട് അല്ല, പ്രൈം മിനിസ്റ്റർ വരാം. നീ അവനെ വിടുവാ. വാ വാ വാ. സി ആണല്ലേ ഓക്കുപേഷൻ? അല്ലല്ല, അത് എന്റെ ആങ്ങള് ജലധരനാണ് CA. തൊല്ലിയമ്പാറ സ്റ്റേഷനിൽ ആണ് ഡ്യൂട്ടി. അപ്പൊ നിങ്ങൾ? ഞാൻ ചാർട്ടേഡ് അക്കൗണ്ട്. നിങ്ങളുടെ ഓഫീസ് എവിടെയാണ്? ഓഫീസ് ഉള്ളത് പറയാലോ. നിങ്ങൾ വരുന്നത് വരെ ഓഫീസ് ഇവിടെ ഉണ്ടായിരുന്നു. ഒരു ദുരൂഹ സാഹചര്യത്തിൽ എല്ലാം ഇവിടെ കട്ടി നശിച്ച് അങ്ങ് പോയി. പുതുതായിട്ട് ഇവിടെ ഓഫീസ് പണിയുന്നുണ്ട്, പക്ഷെ എവിടെയാണെന്ന് എനിക്കറിയില്ല. കമ്പനി നെയിം എന്താ? ഞാൻ ഫ്രീലാൻസറാണ്. ലാസറാ? എന്നാ പിന്നെ ലേസർ. എന്റെ പൊന്നു ചെറുക്കാൻ, ഞാൻ ഭയങ്കര കോടീശ്വരിയാണ്. മാസം 2 ലക്ഷം രൂപ സാലറി ഉണ്ട്, നല്ല വരുമാനം ഉണ്ട്. എനിക്ക് 10 ലക്ഷം ലിമിറ്റ് ഉള്ള ക്രെഡിറ്റ് കാർഡ് എടു. ഇപ്പൊ തരാം. സ്റ്റാഫ്സ് ആരെങ്കിലും ഉണ്ടോ? എങ്കിൽ അവരെ വിളിക്കൂ. സ്റ്റാഫിനെ വിളിക്കാം. മോനെ സ്റ്റാഫ് ചിത്തു ആൻഡ് മഹേഷ്, കം ഓൺ. ഹായ്, ഐ ആം മഹേഷ്. ഐ ആം ജിത്തു. ജിത്ത് അല്ല, ഐ ആം ജിത്തു. ക്വാളിഫിക്കേഷൻ? ഇവൻ DCA വിത്ത് ടാലി. ഞാൻ PGDCA അഡ്വാൻസ് എക്സൽ. ഓ, എത്ര വർഷമായി ഈ കമ്പനിയിൽ ജോലിക്ക് കയറിയിട്ട്? ഇന്നലെ കയറിയതേ ഉള്ളൂ. ഇന്നലെയും കൂടെ ചേർത്ത് നമ്മളിവിടെ 5 years കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇന്നലെ 5 yearsന്റെ ആനിവേഴ്സറി സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. എന്താ വരാത്തെ? മാഡം വിളിച്ചില്ലായിരുന്നോ? ചളവാക്കി. സി, നിങ്ങളുടെ കാർഡ് തരുന്ന ബാങ്ക് ഏതാ? UMPI. കൂട്ടി വായിക്കണ്ട കേട്ടോ. UMPI. നിങ്ങൾക്ക് ലിമിറ്റ് 20 lakhs ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല സാർ, THEMPI എന്നൊരു മറ്റൊരു ബാങ്ക് ഉണ്ട്, അവിടെ കിട്ടും 20 lakhs. കൊള്ളാം, ക്രെഡിറ്റ് കാർഡ് ഇടാൻ പറ്റിയ പേര്. അത് നമുക്ക് ഈ കർക്കാടെ ഈ പലചരക്കടയിൽ ഉപയോഗിക്കാൻ പറ്റുമോ? CA നശിപ്പിച്ച്.
ഞാൻ പലചരക്ക് കട ഉദ്ദേശിച്ചത് സുലുമാളിന്റെ ആണ്. എന്റെ സ്റ്റാറ്റസ് വെച്ച് സുലുമാളൊക്കെ പലചരക്ക് കടയാണ്. എവിടെ വേണോ നിങ്ങൾക്ക് ഈ കാർഡ് ഉപയോഗിക്കാം. പിന്നെ 30% ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. കാർഡ് തരണമെന്ന് മാത്രമേ നിന്റെ കടമയായിട്ടുള്ളൂ. അത് എത്ര ഉരയ്ക്കണം എടുക്കണം എന്നൊക്കെ തീരുമാനിക്കും. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ മാഡം. പിന്നെ വെരിഫിക്കേഷൻ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ മിസ്റ്റർ UMPI ബാങ്കിന്റെ എംപ്ലോയി. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ വിളിക്കാം. നമ്മൾ ഫ്രീലാൻസറുടെ വർക്ക് ചെയ്യുന്നത്, സി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളെ പേര് മറക്കണ്ട. ഐ എം മഹേഷ്. ഐ എം PG. ഇത് PG design advance Excel and he's Jito DCA in Tally. Okay, you can contact us. ശരി, എന്നാ വിളിക്കാം. Credit card scam. A woman who is used credit card become poverty seeking help. ഉടനെ തന്നെ ഇവിടെ കുറച്ച് സീക്കിയാവും ഹെൽപ്പ്. എക്സ്ക്യൂസ് മീ. യെസ്. ഇതെന്താ? ഞാനും പിള്ളേരും കൂടി സുലുമാൾ വരെ പോകുന്നു. കുറച്ച് പർച്ചേസിംഗ് ഉണ്ട്. പർച്ചേസിന് പൈസ? ഇത് കിട്ടിയ ജലജെ, ഞാൻ ഇപ്പൊ ഇവിടെ പത്രത്തിലൊരു ന്യൂസ് വായിച്ചതേ ഉള്ളൂ. അച്ഛന്റെ പ്രായമുള്ളവർ ആ ചർമ്മക്കോളത്തിലുണ്ട് എന്നും പറഞ്ഞ അച്ഛന്റെ ഫോട്ടോ അതിലുണ്ടോ? ഉണ്ടോ? ഇല്ല. പിന്നെ നമ്മൾ തിരിച്ചു വരുമ്പോൾ മുറ്റത്ത് കിടക്കുന്ന ആ കാർ അവിടെ നേരത്തെ മാറ്റണം. എന്തിന്? തിരിച്ചു വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ബെൻസിനോ ലംബോർഗിനിക്കോ ടോക്കൺ കൊടുത്തിട്ടായിരിക്കും വരുന്നത്, അല്ലേടാ? ഓ, ആ കാറങ്ങ് പൊളിച്ച് നീക്കണോ അത് ആക്രിക്ക് തൂക്കിയെടുത്ത് കൊടുക്കണോ? പൊളിച്ചുകളയൊന്നും വേണ്ട. ബെൻസിനും ലംബോർഗിനിക്കും കണ്ണ് കെട്ടാതിരിക്കാൻ വേണ്ടി ആ കൂതറ വണ്ടി ഇവിടെ കിടക്കട്ടെ. അച്ഛാ, 10 ലക്ഷം ലിമിറ്റ് ഉള്ള ക്രെഡിറ്റ് കാർഡുള്ള അമ്മയാണത്. ബഹുമാനമാവാ. ഓ മതിയാ. പുച്ഛത്തിലിരിക്കട്ടെ ഒരു ഒരപ്പ്. വാടാ. എല്ലാത്തിനും ക്രെഡിറ്റ് കാർഡ് ഭ്രാന്ത്. ഗ്രോസറീസിൽ അവിടെ എത്ര ആടാ? മമ്മി 1.7 lakh. മമ്മി 73 ഇഞ്ചിന്റെ TV, 10.1 ഹോം തിയേറ്റർ, ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ, എല്ലാം കൂടെ 1.4 lakh. അയ്യോ, ഒരച്ചപ്പോ 2 lakhs ആയി മമ്മി. അമ്മ ലംബോർഗിനി ഗലോഡോക്ക് 80,000 rupees അഡ്വാൻസ് കൊടുക്കട്ടെ? വണ്ടി പൂട്ടാനാണോ? അല്ലല്ല, ചന്ദ്രിമാമിക്ക് ഒരു ഡയമണ്ട് നെക്ലസ് വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞായിരുന്നു. ഒരെണ്ണമല്ലേ അവള് വാങ്ങിക്കാൻ പറഞ്ഞ, പക്ഷെ അവക്ക് വേണ്ടി ഞാൻ 2 ഡയമണ്ട് നെക്ലേസ് വാങ്ങിക്കും. ബിക്കോസ് ഷീ ഈസ് മൈ ഉയർ നൻപി. ക്രെഡിറ്റ് കാർഡ് കൊള്ളാല്ലേ? ഉരച്ചുകൊണ്ടേ ഇരിക്കുക. എന്തൊരു സംതൃപ്തി. ഹലോ ഹലോ മാഡം, ഞാൻ UMPI ബാങ്കിന്റെ എംപ്ലോയി ആണ്. പറയടാ നീ. മാഡത്തിന്റെ ക്രെഡിറ്റ് കാർഡിന്റെ ബില്ല് വന്നിട്ടുണ്ട്. 11,10,000 രൂപ. അത്രേ ഉള്ളൂ അടയ്ക്കാടാ. ക്രെഡിറ്റ് കാർഡ് ഉരയ്ക്കാന്ന്. അയ്യോ, ഉരയ്ക്കാൻ പറ്റില്ല. ഇനി ഈ ബില്ല് അടച്ചാലേ മാഡത്തിന് ക്രെഡിറ്റ് കാർഡ് തന്നെ ഉരയ്ക്കാൻ പറ്റൂ. എന്തൊരു വർത്താനം പറയണ. ഞാൻ എന്റെ സൈബർ സ്കോർ വെച്ച് വാങ്ങിച്ചതിന് 10 ലക്ഷത്തിന്റെ ലിമിറ്റ് ചെയ്ത് എന്തിനു പറയണ? ഞാൻ അടക്കൂല. മാഡം അടച്ചില്ലെങ്കിൽ ഇതിന്റെ ഇൻട്രസ്റ്റ് കയറി അവസാനം മാഡത്തിനൊരു ഇൻട്രസ്റ്റ് ഇല്ലാതെ ആവും. അയ്യോ മക്കളെ, ക്രെഡിറ്റ് കാർഡിന്റെ ബില്ല് അടയ്ക്കണോന്ന് 11,10,000 രൂപ. പിന്നെ അടയ്ക്കാണ്ട് ഇതെന്തൊരു പിള്ളേരെ കളിയാ? നിങ്ങൾ പറഞ്ഞില്ല. ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമുണ്ടാ അല്ലേ? പിന്നെ കൈ വലത്തി. ഇനിയിപ്പോ സന്ധ്യയെ വിളിക്കാം. സന്ധ്യക്ക് ഡയമണ്ട് നെക്ലേസ് വാങ്ങിച്ചു കൊടുത്തില്ല, കുറച്ച് പൈസക്ക് അടയ്ക്കാതെ വിറ്റ്. ഹലോ സന്ദ്രി. നിങ്ങൾ വിളിക്കുന്ന സന്ദ്രി കുറച്ചു മുമ്പ് നിലവിലില്ല. ദയവായി പൈസ ചോദിക്കാനായി ഈ നമ്പറിലോട്ട് വിളിക്കരുത്. അതെ, എനിക്ക് പെട്ടെന്നൊരു 11,10,000 രൂപ വേണം. എടുക്കാനാണോ? ഓ തരാ. നിന്റെ മറ്റേ ക്രെഡിറ്റ് കാർഡില്ലേ, അതെടുത്തോണ്ട് വന്നിട്ട് എന്റെ മൂട്ടിയിട്ട് വരാ. അപ്പൊ കൊറേ പൈസ കിട്ടും, അതെടുത്തോ നീ. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും?
ഇനിയിപ്പോ വേറെ ഒന്നും ചെയ്യാനില്ല. നിന്റെ ഈ കാർഡ് തന്ന ബാങ്കിന്റെ പേരുണ്ടല്ല, അടുപ്പിച്ചൊരു 10 പ്രാവശ്യം പറഞ്ഞു. നല്ലതാണ്.